അപ്പോൾ എല്ലാവർക്കും നിവാണ്ടേക്കിലേക്ക് സ്വാഗതം ഉണ്ടാകും. നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു ചക്ക അരിയണ മെഷീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു കുഴപ്പം ചെയ്തുകൊണ്ട് നമുക്ക് ചക്ക മാത്രം കിട്ടിയില്ല. അതായത് ഈ സമയത്ത് അതിൻ്റെ സീസണല്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു, ഒരുപാട് ചന്തകളിൽ പറവൂര് ആലിലൊക്കെ പോയിട്ട് ചക്ക മാത്രം നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ വേറെ ഒരു പച്ചക്കറി വെച്ചാണ് ഈ സാധനം നമ്മൾ അരിഞ്ഞിട്ടേക്കണത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ് ഈ ഒരു ചക്ക അരിയണ മെഷീൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പുള്ളി വീഡിയോസ് ഇട്ടതെന്ന്. പക്ഷേ ആ ഒരു മെഷീനിൻ്റെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് ഒരു പകുതി പണിയായപ്പോഴും എനിക്കത് വേറെ ഒന്നല്ല, ഒരുപാട് പണി വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടെങ്കിൽ കറണ്ട് വേണം, മെയിൻ്റനൻസ് കൂടുതലാണ്, പൈസ കൂടുകയും അതുണ്ടാക്കി വരും. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ തോന്നി. കാരണം നമ്മളൊരു പ്രസ്സിങ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു മെഷീൻ ഉണ്ടാക്കിയെടുത്താണത്. ഇതെന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു മെഷീനേക്കാൾ സ്പീഡിൽ നമുക്ക് ചക്ക ഇന്നത്തെ അരിഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത് 10 ബ്ലേഡാണ്, പക്ഷേ അത് 20 ബ്ലേഡ് 30 ബ്ലേഡ് നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചാൽ എല്ലാം നമുക്ക് ഊരിയെടുക്കാനും പറ്റും. നമ്മൾ 10 ബ്ലേഡ് വെച്ചാൽ ചെയ്തേക്കണത്. നമുക്ക് അങ്ങനെ തുച്ഛമായ പൈസക്കാണ് ഒരു 70 രൂപയ്ക്ക് ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ സുഖമായിട്ട് ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി സ്പീഡിൽ അറിയാനും പറ്റും, മെയിൻ്റനൻസ് ഒരിക്കലും വരയുമില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മിഷ്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലൊക്കെ തന്നെ പോകാം. അടുത്ത വീഡിയോ ഉണ്ട്. നമ്മൾ എടുത്തേക്കുണ്ടെങ്കിൽ ബ്ലേഡ് എന്താ, ഇത് നമ്മുടെ സാധാരണ നൈഫിൻ്റെ ബ്ലേഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചക്ക അരിയണ ഒരു മെഷീൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടാണ്, പുള്ളി ഒരു പാലക്കാരനാണ്. പുള്ളിക്കാരനപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, എൻ്റെ ഇപ്പോൾ ചൂലുണ്ടാക്കുന്ന മെഷീൻ കണ്ടപ്പോൾ തോന്നുന്നു ഒരു മെഷീൻ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് പുള്ളി കാണിച്ചത് ശരിക്കും വേണ്ടി മോട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യണ ഒരു ഇതാണ് കാണിച്ചത് കേട്ടോ. അത് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മെയിൻ്റനൻസ് ഉണ്ടാവും, പിന്നെ നമുക്ക് കറണ്ട് വേണം, ഇതൊന്നും വേണ്ട. നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മോട്ടറൊന്നും ഇല്ലാണ്ട് ആണ് ശരിയാക്കണം. അപ്പോൾ നമ്മൾ എടുത്ത 3 പീസ് എടുത്തേണ്ട ഈ കലത്തിലാണ് നമ്മൾ ഈ ചക്ക അരിയാൻ പോകുന്നത്, ഈ ഒരു കലത്തിൽ. അപ്പോൾ നമ്മൾ എടുത്തേക്കെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പലകേമ ഈ ബ്ലേഡ് വെക്കാനുള്ള ഒരു പലകയാണ്, പ്ലൈവുഡില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യണേണ്ട. കുറച്ചും കൂടി നല്ലൊരു പലക, പ്ലൈവുഡ് നല്ല ക്വാളിറ്റിയുള്ള പലകയാണ്. പക്ഷെ ഇതുമ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു പഴയ നമ്മുടെ കിടന്ന ഒരു പ്ലൈവുഡിൻ്റെ പീസാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഈ ഇത്ര ഒരു കലത്തിലാണ് നമ്മുടെ ഈ ചക്കട ഒരു പീസിൻ്റെ വീതി വന്നത്. 3 പീസ് എടുത്തേക്കാണ് കനം കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഒട്ടിപ്പോയാൽ നമ്മൾ മട്ടൻ വെച്ചിട്ട് ഒട്ടിച്ച കുഴപ്പമില്ല, കറക്റ്റാക്കിയിട്ട് കുറച്ച് പശ ഇട്ടാൽ മതി. ഇത് ഒരു കനം കിട്ടാൻ വേണ്ടിയാണ്. മറ്റേതാകുമ്പോൾ അത് പോയത് പെട്ടെന്ന് ഒട്ടിപ്പോയാൽ പണിയൊക്കെ പെട്ടെന്ന് ഒട്ടിക്കുമ്പോൾ ഇടങ്ങേറാണ് നോക്കുക. ഇപ്പോൾ ഒറ്റ ലെവലായത് അല്ല. അപ്പോൾ ഇത് വെച്ച് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് ആണിൻ്റെ അളവ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് പഴയപ്പോൾ ഇങ്ങനെ വരച്ച് നോക്കിയാണ്. അപ്പോൾ നമുക്ക് പലക എന്തോരം വീതിയിൽ എടുക്കാട്ടോ, അത് ഓരോരു ഇഷ്ടങ്ങളാണ്. എന്തോരം വീതി ഉണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ 2 3 നമുക്ക് ഇടാൻ പറ്റും. അത് സ്പേസ് കൂടുന്നതനുസരിച്ച് നമുക്ക് അത് ഒരുപാട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയി ബ്ലേഡ് വേണമെങ്കിൽ ബ്ലേഡ് ഒരു പാക്കറ്റ് കിട്ടുകയുള്ളൂ നമുക്ക്, അവിടെ തീർന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഒരു ബ്ലേഡ് പാക്കറ്റ് ഒരു ടെപ്പിയാണ് മേടിച്ചേക്കണത്. ഇതിൽ 10 ബ്ലേഡ് ഉണ്ടാവുന്നത്. ഇത് വിലയുള്ള ബ്ലേഡ്, ഇത് 70 രൂപ ബ്ലേഡിൻ്റെ വില. നമുക്ക് 30 രൂപ കിട്ടും. അപ്പം ഞാൻ അവിടെ ഇല്ല, ഇതുണ്ടായാലും ഇത് മേടിച്ചു മാത്രം 30 രൂപ ഇടാനും കുഴപ്പമൊന്നുമില്ല. അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മൂർച്ചയൊന്നും അങ്ങനെ പോയാലും വിഷയമൊന്നുമില്ല. ഇപ്പോൾ സിനിമല്ലാതെ ശരിയായിക്കോളും. എന്നിട്ട് ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഹോൾ അടിക്കാൻ പോകുന്നത്, ഒരു സ്ക്വയർ ഹോൾ നമുക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് അളവ് പറഞ്ഞിട്ട് കിട്ടുള്ളൂ. നമ്മളിത് വരച്ചിട്ടേക്കണ്ട കണ്ട. ഇനിയിപ്പോൾ നമ്മൾ ബ്ലേഡ് എണ്ണം നോക്കിയിട്ട് ഇത് സ്ക്വയറാക്കി എടുക്കാൻ പോയത്. എന്നിട്ട് അപ്പോൾ ഇത് ഹോളായല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ബ്ലേഡ് ഇങ്ങനെ വെച്ച് പോകണം. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ഒറ്റ അളവിലെല്ലാം കിട്ടുകയും ചെയ്യും. ഇത് അളവ് മാറിയ വിഷയമൊന്നുമില്ല, നമ്മളിത് ചെയ്തപ്പോൾ ഒരു അളവ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം നമ്മളിങ്ങനെ വെച്ച് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ ബ്ലേഡ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ
ഇതുപോലെ ചെറിയൊരു പീസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടൈറ്റായിട്ട് ബ്ലേഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹോൾ അടിച്ചിട്ടുണ്ട്. ഹോളൊക്കെ അടിച്ച് അത് ഹോള് അതിൻ്റെ ലെവലിൽ കറക്റ്റ് അടിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ 2 പീസ് എടുത്തേക്കണത് ഇതിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ ബ്ലേഡിൻ്റെ കനത്തിലാണ് ഈ പ്ലൈവുഡ് വന്നത്. 3/4 ഇഞ്ച് പ്ലൈവുഡ് എടുത്തേക്കണത്. ബ്ലേഡിനേക്കാളും 1 mm മുകളിലോട്ട് പൊങ്ങിക്കണം ഈ ബ്ലേഡ്. അത്രയും കനം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് എന്തിനായിട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റോപ്പർ പോലെ നിൽക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ തടഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പീസ് കൂടെ അടിയിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് 2 സൈഡിൽ കൂടി ബോക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിത് അടിച്ചു കൊടുക്കാൻ പോയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലും ടോപ്പിലും ഒരു പീസ് വരും. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇത് ഇറങ്ങിപ്പോണത്. നമുക്കിത് അടിച്ചു കൊടുക്കരുത്. ഇതിൻ്റെ അടിയിലാണ് നമ്മൾ പാത്രം ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടി അത് നമുക്ക് പിന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പീസ് അടിക്കണം. നമുക്ക് 3/4 സ്ക്വയർ ട്യൂബാണ്. അപ്പോൾ നമ്മളിനി ഇത് 4 സൈഡിലോട്ട് നമ്മൾ പ്ലസ് ആകൃതിയിൽ സാധനം മലത്തി വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പീസ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പീസ് പോയാണ് ഇത് പ്രസ്സാണത്. അപ്പോൾ നമുക്കത് ഇനി കട്ട് ചെയ്തെടുക്കരുത് എന്തായാലും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഒരു പ്ലെയർ വെച്ചിട്ട് കറക്റ്റാണ് ആണെങ്കിൽ സ്ക്വയറായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ പ്ലെയറിനൊന്ന് മലത്തിയാൽ മതി എല്ലാ ആംഗിളിലും. ഇത്രയും ഭാഗമായിട്ടോ. അപ്പോൾ നമ്മൾ ഈ ബ്ലേഡ് പൊങ്ങാനായിട്ട് ഇവിടെ ശരിക്കും വേണമെങ്കിൽ ഒരു 6 mm നമ്മൾ കുറച്ചുകൂടി പൊക്കിയിട്ട് 6 mm ഇവിടെ പൊന്തിക്കും ബ്ലേഡ്. അങ്ങനെ പൊന്തിക്കണത് അത് പിന്നീട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ പീസ് കയറിപ്പാണ്ട് ഇതൊരു ബോക്സ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രീ ആയിട്ട് കിടന്നിങ്ങനെ. അപ്പോൾ ഇതാണ് സെൻറ്ററിൽ വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഹോള് നമുക്ക് ഉള്ളില്ലാത്തവരെ നമ്മൾ റൗണ്ട് ഹോളായിട്ട് അടിച്ചാൽ കേട്ടോ. ഇത് ഈ ഒരു പീസ് നമ്മൾ ആ റൗണ്ട് ഹോളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇതുപോലെ വെച്ച് കറക്റ്റ് ലെവലായിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചരിഞ്ഞ് പോകും സാധനം. അപ്പോൾ ചരിയാൻ പാടില്ല. അപ്പോൾ അത് മട്ടമൊക്കെ നോക്കിയാണ് നമ്മൾ വെക്കണത്. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്യാം കാട്. അപ്പോൾ ഈ പീസാണ് നമ്മൾ എടുത്തേക്കണത്. ഇതും വേണം നമ്മൾ പ്രസ്സിങ് എല്ലാം വരുന്നത്. അപ്പോൾ ഇത് ലെവലിലാണ് ഇത് വരുന്നത്. അത് നമ്മുടെ അളവ് പോലെ എടുത്താൽ കേട്ടോ. അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. നമുക്കൊരു ഈ ഹോളിനേക്കാളും ഇത്രയും കൂടി വലിപ്പമുള്ള ചെറിയ പീസ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ താഴ്ന്നു പോണത്. ഈ സാധനം അങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിതിനി സ്ക്രൂ ചെയ്യുന്നതായത് ഇത് കുറേ കറക്റ്റായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ സാധനം കറക്റ്റ് മട്ടമാണ് കേട്ടോ. അല്ലാണ്ട് ഏകദേശം ഒരു ഇത് മട്ടമായിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ചരിവൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ ചെയ്തേക്കണത് കറക്റ്റ് മട്ടത്തിനാണ് ചെയ്തേക്കണത്. ഇനിയിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് മട്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാൻ വേണ്ട. പക്ഷേ ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം അതിൻ്റെ ഉള്ളിലോട്ട് കയറണില്ല. ഇനി മുകളിലത്തെ പീസ് നമുക്ക് ഊരിയെടുക്കണം. അല്ലാണ്ട് രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ട് ഇനി അത് കറക്റ്റായിട്ട് നമ്മളതിൻ്റെ ഒരു ഏകദേശം എല്ലാവരും മട്ടങ്ങളായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ വലിയ ഇടങ്ങേറാവും അത്. അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ അടിക്കണോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമാണ് നമുക്കൊരു അബദ്ധം പറ്റിയത്. അപ്പോൾ ഇത് അടിച്ചാൽ കഴിഞ്ഞിട്ട് നമ്മളിനി അപ്പോൾ അടുത്ത വെള്ളോട്ട് നമ്മളിനി പോവുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലേഡ് സെറ്റ് ചെയ്യാൻ വേണ്ട. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയൊക്കെ കേട്ടോ. ഭയങ്കര മൂർച്ചയുള്ള ബ്ലേഡാണ്. അപ്പോൾ നമ്മൾ ബ്ലേഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ആ ഓരോ കട്ടകൾ അതിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് വെച്ച് വരണമെങ്കിൽ ബ്ലേഡ് സെറ്റായി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിലോട്ട് എന്തെങ്കിലും ഒരു പൂള് അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ആ ബ്ലേഡ് ടൈറ്റ് ആയാണ്. അത് 2 സ്ക്രൂ സൈഡിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്താലും കറക്റ്റ് ടൈറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്തേക്കണത് ചെറിയൊരു പൂളാണ് എടുത്തേക്കണത്. അത് അങ്ങോട്ട് അമർത്തി അവിടെ വെച്ചുകൊണ്ട് പിന്നീട് നമുക്ക് ബ്ലേഡ് മാറ്റാൻ നേരത്തെ നമുക്ക് ആ ഒരു സ്കൂട്ടർ പൊക്കുകയാണെങ്കിൽ ആ ബ്ലേഡ് ഇങ്ങനെ റിലീസായി പോരും അത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കട്ടകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ്.
അപ്പോൾ ഈ കട്ടായതുകൊണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള എന്തെങ്കിലും വസ്തു കിട്ടണമെങ്കിൽ അത് മതി. നമ്മളിത് ഒട്ടിച്ചിട്ടേക്കണത് 3 പീസാക്കി 3 പീസ് കട്ടായിട്ട് ഒട്ടിച്ചിട്ടേക്കാണ്. ബ്ലേഡ് സെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്ലേഡ് ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ പോയാണ്. അതായത് ഈ ബ്ലേഡ് ഏത് സമയം കൊണ്ട് ഊരിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതുപോലെ നമ്മൾ ഇനി എവിടെയെങ്കിലും ഒരു സൈഡിലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒരു ചെറിയ പൂള് വരെയാണ് എടുത്തേക്കണം. അത് ഗ്യാപ്പിലോട്ട് നേരെ അടിച്ചാണ് ഇറക്കണം. അപ്പോൾ എന്താണെങ്കിൽ നല്ല ശരിക്കും ടൈറ്റായിട്ട് ഇന്നത്തെ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ പൂള് ഊരിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും പൊക്കിയാൽ പൂളിങ്ങ് ഊരിപ്പോന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം ഇപ്പോൾ ബ്ലേഡ് മുറിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലേഡ് എടുത്ത് അടുത്ത ബ്ലേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ട ഇതെല്ലാം കഴിഞ്ഞ് ആ പൂളിഞ്ഞ് പൊങ്ങിക്കിട്ട് അത് ചെറുതൊരു ആ നൈഫ് കൊണ്ട് ഒന്ന് പറഞ്ഞാൽ അത് ഒടിഞ്ഞിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഏത് സമയവും നമുക്ക് മൂർച്ച പോകുമ്പോൾ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് തട്ടത്. ടൈറ്റായിട്ട് ഈ സാധനം ഇനി നമുക്കാണ് ഇതിൻ്റെ മുകളിലെ പീസ് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബ്ലേഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നല്ല ടൈറ്റായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന പൂളാണ്. സൈഡിൽ 2 സ്ക്രൂ വെച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പീസ് എടുത്താൽ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള പീസ് എടുത്തേക്കണം. അപ്പോൾ ആ പീസ് വെച്ചിട്ട് ബ്ലേഡ് അങ്ങനെ ആ പീസ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൻ്റെ അവിടെ വെറുതെ പേനയും കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം കറക്റ്റായിട്ട് എൻ്റെ വെറുതെ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ട് ആ എല്ലാം വരച്ച് കറക്റ്റാക്കിയിട്ട് അതിൻ്റെയൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ വരക്കണം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ബ്ലേഡ് പോയി മുട്ടും. അപ്പോൾ നമ്മൾ എടുത്ത 2 പീസ് അത് മാക്സിമം ഒരു 1 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അത് പറ്റുകയാണെങ്കിൽ തിരിച്ച് ചിലപ്പോൾ വലുതാക്കേണ്ടി വരും, മുറിഞ്ഞ് പോയില്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് 2 പീസ് തമ്മിൽ അങ്ങനെ ഒട്ടിച്ചൊടിച്ച് പോവുകയാണ് അങ്ങോട്ട് ആ വരച്ചേക്കണൻ്റെ സെൻറ്ററിൽ വെച്ച്. അപ്പോൾ 2 സ്ഥലത്തും ഒരേ ബ്ലേഡ് മുട്ടാണ്ടിരിക്കാനുള്ള ഗ്യാപ്പ് ഇടണം. അല്ലെങ്കിൽ ഈ ബ്ലേഡ് കറക്റ്റ് ടൈറ്റ് ആകുമ്പോൾ ബ്ലേഡ് പോയി മുട്ടും. എന്നിട്ട് ഇതെല്ലാം ഒട്ടിച്ച് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് എടുക്കണം. അപ്പോൾ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ വലുതാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് നമ്മൾ കറക്റ്റ് തൂക്കിന് മട്ടത്തിന് ഒട്ടിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത് തൂക്കിന് ഇറങ്ങി പോകുമ്പോൾ ബ്ലേഡ് മുട്ടാനുള്ള ചാൻസ് ഉള്ളത്. ഒരു 2 mm അപ്പുറത്തും ഗ്യാപ്പുള്ളു. അപ്പോൾ നമുക്കിതെല്ലാം ഒട്ടിച്ചെടുക്കാം അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മിഷ്യത്തിൻ്റെ ഒരു മിഷ്യൻ വെച്ചല്ലേ മോട്ടർ വെച്ചിട്ട് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്താ കുഴപ്പമില്ല പോകുന്നത്. അതിന് കറണ്ട് വേണം, പിന്നെ മെയിൻസ് കൂടും. പിന്നെ നമ്മൾ ആ മിഷ്യൻ ഉണ്ടാക്കിയാൽ വലിയൊരു ചടങ്ങാണ് ശരിക്കും. ഭയങ്കര പണി വരും. അത് സാധാരണക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ തന്നെ എടുത്തിട്ട് എനിക്കൊരു പൗതി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മതിയായത്. വേറെ ഒന്നും പറ്റില്ല. അതൊരുപാട് പൈസ ചിലവുണ്ട്, പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു മെഷീൻ ഉണ്ടാക്കിയെടുക്കണേൽ. പിന്നെ മെയിനായിട്ട് മെയിൻ്റനൻസ് വേണം. പിന്നെ പറഞ്ഞാൽ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സ്പീഡ് ഇത് തന്നെയാണ്. അതായത് അത് ഭയങ്കര ഈ സ്പീഡ് കുറവായിട്ടാണ് അത് അരിഞ്ഞിട്ടണത്. പക്ഷെ ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ സാധനം അരിഞ്ഞെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ കൂടുതലും ഈ ഒരു മെഷീൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തേക്കണത്. ഗ്യാപ്പ് ഉണ്ടാകും. ഈ ഗ്യാപ്പിൽ കൂടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ സാധനം നമ്മൾ എടുക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം മൊത്തം ഒരുപാട് കുറച്ച് ടൈം കൊണ്ട് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം ഒട്ടിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇതൊരു ടീം, ഒരു പാലക്കാരൻ പറഞ്ഞൊരു സംഭവമാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ മെഷീൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോട്ടറൊക്കെ വലിയ ചടങ്ങാണ്. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഈ പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് ഭയങ്കര ഇടങ്ങേറാണ്. ഭയങ്കര പണിയും വരുന്നതാണ്. ഞാൻ അതിൻ്റെ പണി തുടങ്ങിയാണ്. പക്ഷെ പിന്നീട് ഭയങ്കര പണി വരാതെ നമ്മളത് ചെയ്തില്ലത്. അപ്പോൾ നമ്മളിതെല്ലാം ഒട്ടിച്ച് എടുക്കാം. എല്ലാവരും പീസായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര പീസ് ഒട്ടിച്ചേക്കേണ്ട, ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നോക്കണം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് അപ്പോൾ നമ്മൾ പശിടുമ്പോൾ ആദ്യം കുറച്ച് പശിടാൻ പാടില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമ്മളത് പൊട്ടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാവും. പിന്നെയെന്ന് പറയുമ്പോൾ ഈ സാധനത്തിന് ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ചെയ്താലും ഇതുമ്മ വെക്കണത് ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് പട്ട എന്തെങ്കിലും സെറ്റ് ചെയ്താൽ മതി. വേറെ കുഴപ്പമൊന്നും ചെറിയ സ്റ്റോപ്പറൊക്കെ മാത്രമേ ഉള്ളൂ. എന്നുണ്ടെങ്കിൽ ബ്ലേഡ് പോയി ഈ പ്ലേറ്റ് പോയി മുട്ടരുത്. അപ്പോൾ ഒരു എന്തെങ്കിലും സ്റ്റോപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഒരു ഈ ബ്ലേഡിനേക്കാൾ കുറച്ച് പൊക്കി നമ്മൾ ഇരുമ്പി ചെയ്താൽ സ്റ്റീൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റോപ്പർ ഒക്കെ ആണെങ്കിൽ ആ ബ്ലേഡ് പോയി മുട്ടില്ല അത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചങ്ങോട്ട് തീർക്കാണ്. ഏകദേശമൊക്കെ നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് റെഡിയാക്കുന്നത് എന്തായാലും. അപ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ച് നോക്കേണ്ട ഇത് കറക്റ്റാകാൻ ചാൻസ് നമ്മൾ അത്ര പെർഫെക്റ്റ് വേണ്ട. കറക്റ്റായി സാധനം
കറക്റ്റായിട്ട് ഇനിയിപ്പോൾ കറക്റ്റായി. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം നമ്മളത് ഇത് ഒട്ടിച്ച് കളയണം. ഇത് പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ബോർഡ് അത് ഒട്ടിച്ച് കളയാം. നമുക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കി തരുന്നത് അത് ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റും. അതായത് മിഷ്യത്തിനേക്കാൾ സ്പീഡിലായിട്ട് നമുക്ക് ഈ ബോക്സിൽ ഈ ഒരു മിഷ്യത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടിയിൽ ഇത് വെച്ചിട്ടൊന്നുമില്ല, അതായത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ചരിവ് പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതാണ് ചരിച്ചിങ്ങനെ പോകുന്നുള്ളതാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും സെറ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പണി അതിൻ്റെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഇത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കാണുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്, കറക്റ്റ് സൂട്ടബിളായി സാധനം. അപ്പോൾ നമുക്ക് അടുത്ത പണിയിലേക്ക് ഇനി പോവാം. നമ്മൾ മുകളിലത്തെ ഒരു പീസ്, അതായത് ഷാഫ്റ്റ് പോലെ നമ്മളൊരു സ്ക്വയറിലൊരു പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട്, അതായത് അത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടെങ്കിൽ ഒട്ടും ലൂസ് പാടില്ല, ലൂസും പാടില്ല, ടൈറ്റും പാടില്ല. ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയാലും മാത്രമേ നമുക്കത് കറക്റ്റാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയ ലൂസ് വരെയാണെങ്കിൽ ആ ബ്ലേഡിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോണ ആ പീസ്, ആ ഒരു പീസ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ആ പീസ് അവിടെ എവിടെയെങ്കിലും പോയി തടയും. അപ്പോൾ നമുക്ക് ഒട്ടും ഈ ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഒട്ടും ലൂസ് പാടില്ല, കറക്റ്റായിരിക്കണം. അത് ടൈറ്റും പാടില്ല, ലൂസും പാടില്ല. അപ്പോൾ അതെല്ലാം അത് നമ്മൾ എങ്ങനെ വന്ന് അതുപോലെ അത് നമ്മൾ ആ പ്ലേറ്റ് അടിയിലിട്ടിട്ട് അതിന്മേലാണ് നമ്മൾ ഈ സാധനം ഉറപ്പിക്കേണ്ടത്. അതെങ്ങനെ വന്ന് ആ ഒരു ലെവലിൽ ഉറപ്പിക്കുക. അതായത് അന്നത്തെ മുകളിലെ ഹോളിൽ മാറ്റമുണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചുകൊണ്ട് നമ്മൾ മുകളിലത്തെ ആ ഒരു ഷാഫ്റ്റ് ഇറങ്ങിപ്പോണത് നമ്മൾ ആ പൈപ്പ് ഇറങ്ങിപ്പോണം നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് വെച്ച ശേഷം നമ്മൾ അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അത് എങ്ങനെ വന്നി ആ ലെവലിൽ തന്നെ ആ മുകളിലത്തെ ആ ഒരു സ്ക്വയറിലെ ആ ഒരു പൈപ്പ് ഇറങ്ങിപ്പോടെ സ്ക്വയറിലെ പീസ് ഒട്ടിച്ചോളണം. അല്ലെങ്കിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ബ്ലേഡിൻ്റെ ഇടയിൽ തടയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ചരിവൊന്നും ഉണ്ടാകില്ല, നമ്മളത് പരമാവധി മട്ടത്തിൽ നമ്മൾ ചെയ്തേക്കണം ഈ സാധനം. അപ്പോൾ എങ്ങനെ അത് വന്നി ആ തൂക്കിന് എങ്ങനെ വന്നി അങ്ങനെ ഒട്ടിച്ചോളണം, അല്ലെങ്കിൽ നമുക്ക് ഇടങ്ങേറാണത്. അപ്പോൾ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട്, 4 കട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു ചരിവ് പോലെ 4 ഒരു സ്കർട്ട് മട്ടമായിട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഒരു സൈഡ് ചരിവ്, ഒരു സൈഡ് എല്ലാങ്കിളാണ്. എന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ 4 പീസോട് ഒട്ടിച്ച് കളയണങ്ങാട്. അവിടെ അപ്പോൾ അത് കുറച്ച് അടിപൊളിയായി. അപ്പോൾ നമ്മളത് കുറച്ച് പശിട്ടിട്ട് ഒട്ടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് പശിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ട് പണിയാണ്. അപ്പോൾ നോക്കി ഓരോ പീസ് ഒട്ടിച്ച് ഇങ്ങനെ അത് അതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റായിട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ മാത്രമേ നമ്മൾ പശിട്ട് വെൽഡ് ചെയ്താലും അത് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആദ്യം എടുത്തത് ആ 1 സെൻറ്റിമീറ്ററാണ് വീതി എടുത്തത് താഴത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി. പക്ഷെ അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ പറ്റിയില്ല അത്. അപ്പോൾ നമ്മൾ ആ ബ്ലേഡിൻ്റെ വീതിക്ക് തന്നെ എടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ മുറിയണ ആ ചക്കയിൽ എന്തായാലും താഴത്തേക്ക് പോകില്ല. അപ്പോൾ നമ്മൾ ആ ബ്ലേഡിൻ്റെ വീതിക്ക് തന്നെ ആ പീസ് രണ്ടാമത് എടുത്തിട്ടാ. അപ്പോൾ കറക്റ്റായിട്ട് ഒറ്റ പ്രസ്സിങ്ങിൽ തന്നെ താഴത്തേക്ക് പോയിക്കോ, അല്ലെങ്കിൽ പോകൂല. നമ്മൾ അധികം പശിട്ട് ഒട്ടിക്കണുണ്ട്, അതായത് കുറച്ച് പശിട്ടിട്ട് നമ്മൾ ഒട്ടിക്കണത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പൊട്ടിക്കണമെങ്കിൽ പാടാം, അത് ഭയങ്കര ബലത്തിലേക്കുമല്ലോ. അപ്പോൾ വെൽഡ് ചെയ്താലും അതായത് നമ്മൾ സ്പോട്ട് അടിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നോക്കണം ഈ സാധനം അതിൻ്റെ ഉള്ളിലോട്ട് ബ്ലേഡിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോണത് കറക്റ്റാണെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അതുപോലെ 4 പീസാണ് ഒട്ടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ പണി തീരുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പണിയിലേക്ക് നമ്മൾ പോകുന്നത്. കറക്റ്റായതാണ് ഒരു മാറ്റമോ വന്നിട്ടില്ല കേട്ടോ. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബ്ലേഡ് മുട്ടും, പിന്നെ പണിയായിപ്പോൾ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒക്കെ സെറ്റപ്പായി എല്ലാം റെഡി ആയിരുന്നു. ഇപ്പോൾ ഒരു മാറ്റില്ലാതെ നമ്മൾ അത് ഈ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറ്റം വന്നാൽ പോയി. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒട്ടും പ്ലേ പാടില്ല, ഒട്ടും പ്ലേ ഇല്ല. ആദ്യം എടുത്തൊരു പീസ് കിടക്കണ്ട എവിടെയെന്നാവും, അപ്പത്തേക്കാണ് കിടക്കണം. അതിപ്പോൾ മാറ്റില്ല, കറക്റ്റ് സാധനം. അപ്പോൾ ഇനി ഇതൊക്കെ ഇനി മര്യാദക്ക് നല്ല പക്കയായിട്ട് ഒട്ടിച്ചോ കഴിയുന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ പണി ഏതാണ്ടൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടല്ല, കറക്റ്റായിട്ട് അവസാനം കറക്റ്റ് ഗ്യാപ്പിലോട്ട് ഇറങ്ങിപ്പോണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനുള്ളിൽ ഈ നമ്മൾ കട്ട് ചെയ്യണ പീസ് ഇങ്ങനെ സ്ലോപ്പായിട്ട്, അതായത് താഴത്തേക്ക് പോരാൻ ചെറിയ സ്ലോപ്പിൽ ഒരു ബോക്സ് നമ്മൾ അടിച്ചു കൊടുക്കണം. അത് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഊർന്നിങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു പാത്രം വെക്കുന്ന ലെവലിലാണ് നമ്മൾ ആ ഈ ബോക്സ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു പാത്രം അതിൻ്റെ അടിയിലോട്ട് നൈസ് നല്ല പരന്ന പാത്രം അതിൻ്റെ കൂടെ അടിയിലോട്ട് കയറാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇടാം. അത് ഇതുവരെ കൂട്ടി വേണം ഇടുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സംഭവം ചെറുത് കാരണം നമ്മൾ അധികം ചരിവ് അങ്ങനത്തെ വെക്കണില്ല കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി അവിടെ തീർന്നു. പിന്നെ ഏറ്റവും നല്ലത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീലിലോ അല്ലെങ്കിൽ ഇരുമ്പിലോ ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്. ഇത് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ ഇത് മതി. പിന്നെ ചക്കയൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് 3-4 ചോള വെച്ച് നമുക്ക് ഇതിനകത്ത് അരിയാൻ പറ്റും കേട്ടോ. മറ്റേ മെഷീനിൽ ശരിക്കും ഒറ്റ ചോളയാണ് അത് വെക്കിച്ച് കാണിക്കും. പക്ഷേ ഇതിനകത്തൊരു 3-4 ചോളയൊക്കെ വെച്ചിട്ട് ഒറ്റ അമർത്തലിൽ ഈ സംഗതി ഈ ചക്കച്ചോള നേരെ താഴത്തേക്ക്, ഈ ചക്ക ശരിക്കും താഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് വീണുള്ളൂ. അത്
പിന്നെ നമ്മൾ ആദ്യം മറ്റേ മെഷീൻ ഉണ്ടാക്കിയിട്ടാണ് 2 ബാരിങ് സിസ്റ്റം ഉള്ളത്. അതായത് അത് കിടന്ന് കറങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ചക്ക ഇറങ്ങിപ്പോൾ അപ്പോൾ അതിന്മേൽ ബ്ലേഡ് സെറ്റ് ചെയ്യണത്. പക്ഷേ ഇത് അതുപോലത്തെ 2 കൂടി വേറെ ഉണ്ടാക്കേണ്ട വരും. അപ്പോൾ നമ്മൾ ആ പണി വിട്ടുകളഞ്ഞു. അതായത് മെഷീനിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പണികൾ കൂടുന്നത്, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയിൽ തീരണില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ അതിനെ ഭയങ്കര സ്ലോ പോകണം മെഷീൻ. ഇതാകുമ്പോൾ ഭയങ്കര സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു പിടി ഉണ്ടാക്കാൻ വേണ്ട. പിടി എന്ന് പറഞ്ഞാൽ വെറുതെ ഹോൾ ഇട്ടിട്ട് അതിനുള്ളിലോട്ട് ചെറിയൊരു പീസ് ഇങ്ങനെ അമർത്തി വെച്ച് ഒട്ടിച്ചതാണ്. പരിപാടി തീർന്ന് അതിൻ്റെ ആ പിടിയുടെ പരിപാടിയും കഴിഞ്ഞേക്കാണ്. ഇപ്പോൾ നമുക്കിനി അതും ഒരു പിടി നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പിടിയെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഇതായി വെറുതെ പശയിട്ട് ഒട്ടിച്ചാൽ മതി. വേറെ ഒന്നും ഇതിനകത്ത് ഇതൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുക. അതായത് ഒരു ഉരച്ചിൽ വീടാണ്. അതായത് നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ സാധനത്തിന് തേമാനം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഗ്രീസും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആവും. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗ്രീസ് കുറച്ചിട്ട് കൊടുത്താൽ അധികമൊന്നും വേണ്ട, കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി നിന്നേക്കുന്നത്. ഇനി നമുക്കിതുണ്ടെങ്കിൽ അരിഞ്ഞു നോക്കാം. അരിഞ്ഞു നോക്കുമ്പോൾ എന്തോരം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആ സമയത്ത് നോക്കാം. എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ടാ. പ്ലേറ്റ് നേരെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഈ മിഷ്യൻ മെയിനായിട്ട് ഉണ്ടാക്കിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്ക അരിയാൻ വേണ്ടിയുള്ള ഒരു മിഷ്യൻ ഉണ്ടാക്കിയത്. പക്ഷെ ചക്ക നമുക്ക് ഒരുപാട് ചന്തകളില്ല. അതായത് പറവൂര്, എറണാകുളം, പിന്നെ നമ്മൾ ആലുവിലൊക്കെ പോയിട്ട് ചക്ക കിട്ടുന്നില്ല. അതായത് അവിടെ ചക്ര സീസൺ കഴിഞ്ഞാൽ പോയി നോക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ചേട്ടൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് അതിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ നൈസായിട്ട് നരിഞ്ഞിട്ടേക്കാണ്. അത് വെച്ച് അമർത്തി കൊടുക്കുന്നു. ഫസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടാ അത് അടിപൊളി പീസായിട്ടാണ് ഈ സാധനം വീഴുന്നത്. കണ്ടാ നല്ല അടിപ്പ പീസായിട്ട് നമ്മൾ വീഴുന്ന ഈ സാധനം. പിന്നെ അടുത്തത് 2 ഉരുളക്കിഴങ്ങ് നമുക്ക് അരിഞ്ഞു നോക്കാണ്ടത്. ഇപ്പൊ ഇത് കുറച്ചുകൂടി ഇതിലൂടെ കണ്ടാ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയേക്കണം. കണ്ടാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഞാനിപ്പോഴും പണിതുണ്ടെങ്കിൽ ചക്കരിയാൻ വേണ്ടി ഉണ്ടാക്കി. പക്ഷെ നമുക്ക് പറ്റിയില്ല, നമുക്കത് കിട്ടിയില്ല. പകരം നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു നോക്കി. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കട്ടെ. നമുക്ക് മാറ്റി വെക്കാം. മാറ്റി ഇപ്പൊ നമ്മൾ ഇനി എടുത്തേക്കുന്നത് എന്താ ബീൻസ് എടുത്തേക്കുന്നത്. ബീൻസ് അരിഞ്ഞു നോക്കാം. ബീൻസ് നമ്മൾ എപ്പോഴും ചരിച്ചായിരിക്കും. നമുക്ക് ചരിച്ചങ്ങനെ നല്ല അടിപൊളിയായിട്ട് സാധനം അരിഞ്ഞു വീണത്. കണ്ടാ ബീൻസ് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അരിയാൻ പറ്റും. മെയിനായിട്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അധികം ചിലവ് വന്നിട്ടില്ല. അതും ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മൾ ബീൻസ് പിഞ്ഞി അരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അച്ചിങ് എടുത്തിട്ടുണ്ട്. അച്ചിങ് ഇങ്ങനെ വെക്കേ എന്നാൽ നീളമില്ലാത്ത നമുക്ക് ഇങ്ങനെ ഒടിച്ച് 2-3 വെക്കാം അച്ചിങ്ങിന്. അതെ 2 ഇപ്പൊ 4 അച്ചിങ് അവൾ എടുത്തേക്കണ്ട. ഇങ്ങനെ മടക്കി 2 അച്ചിങ് മടക്കി പോണ്ടേ നേരെ എടുക്കുക. ഇതിനോട്ട് കയറി കൊടുക്കുക. കണ്ടാ അച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിയാൻ പറ്റുക. അപ്പൊ എല്ലാ വസ്തുക്കളും നമുക്കിപ്പോ ഈ അച്ചിങ്ങ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അച്ചിങ് പോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ പച്ചക്കറിയിൽ. അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് ഇനി വെണ്ടക്ക ഒന്ന് അരിഞ്ഞു നോക്കല്ലേ. വെണ്ടക്ക എടുത്തേക്കണ്ട. വെണ്ടക്ക നമുക്ക് അരിഞ്ഞു നോക്കാം. വെക്കുക. വെണ്ടക്ക നമുക്ക് നമ്മൾ ചരിച്ചരിഞ്ഞേക്കണ്ട. നോക്കിയത് വെണ്ടക്ക കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിഞ്ഞിട്ട് നല്ല ചരിച്ചല്ല നല്ല ഭംഗിയുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അറിയാം. വിചാരിച്ച് എങ്ങനെ നമുക്ക് ഇന്നത്തെ അടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പൈസ വന്നിട്ടില്ല. എനിക്ക് അങ്ങനെ ചെലവായിക്കുന്ന പൈസ എന്ന് പറയുമ്പോൾ എന്റെ പണിക്കാശ് കൂട്ടാണ്ടാണ് പറഞ്ഞത്. ഇത് പ്രത്യേകമായിട്ട് പറയുന്നത് വേറെ ആരുമില്ല, കാര്യം കൊണ്ടിട്ടാണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളതിന്റെ ലേബർ ചാർജ് കൂട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പൊ ആൾക്കാരുടെ ധാരണ സാധനം വെറുതെ ഏതാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആൾക്കാരെ എല്ലാവരും ധാരണ. അതായത് എന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വിളിച്ചിട്ടുണ്ടായി ഓരോരോ സംഭവമുണ്ട്. പക്ഷെ റൈറ്റ് നമ്മുടെ പണിക്കാശ് നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പണിക്കാശ് കൂട്ടാനാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസ് പറയാറുണ്ട്, സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അധികം പണിക്കാശ് വരില്ല. പണിക്കാശ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പണിക്കാശ് വരും. അല്ലാണ്ട് ഒരു വ്യക്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവന്റെ പണിക്കാശ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിന് വന്നേക്കുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് 70 രൂപ ബ്ലേഡിന്റെ കാശ് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി പ്ലൈവുഡൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഈ പീസ് എല്ലാം വീട്ടിലുണ്ടായതാണ്. അപ്പൊ നമ്മളിപ്പോ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 70 രൂപക്കാണെങ്കിൽ ഇത് സംഭവം ഉണ്ടാക്കിയിട്ട് ബ്ലേഡ് നമുക്ക് എല്ലാം മാറ്റാൻ പറ്റും. അപ്പൊ നമ്മള് ഈ താൽക്കാലമായിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പൂള വെച്ചേക്കണത്. പക്ഷെ ഇവിടെ നിന്ന് നമുക്കൊരു 2 സ്ക്രൂ കൊടുക്കുകയാണെങ്കിൽ ഈ ബ്ലേഡ് ടൈറ്റ് ആയിരിക്കും, അതും വിഷയമില്ല. അപ്പൊ അങ്ങനെ ചെലവ് വന്നേക്കുന്നത് 70 രൂപയാണ് ഇതിന് ചെലവ് വന്നേക്കുന്നത്. ഒരു ദിവസം പണിയും വന്നിട്ടുള്ളൂ. ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചക്ക കിട്ടാത്തവരോട് ഒരുപാട് ദിവസമായി നമ്മൾ അതിന് പിന്നാലെ ഇറങ്ങും. ചക്ക കിട്ടാൻ വേണ്ടി കുറെ ഒരു ചക്ക കിട്ടിയില്ല.
അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും.